ഹലോ. അപ്പം ഇന്ന് കുളിച്ചൊക്കെ നിൽക്കുന്നത് ഇന്നൊരു വൈകുന്നേരം ആട്ടോ. ഇന്ന് നമ്മൾ ഗുരുവായൂർ പോവാണ്. അപ്പോൾ രാവിലെ നിർമ്മാലയൊക്കെ തൊഴണം എന്നാണ് ആഗ്രഹം. അപ്പം നിർമ്മാലയൊക്കെ തൊഴുത് രാവിലെ നേരത്തെ തന്നെ വീട്ടിൽ തിരിച്ചു വരണം, കാരണം ക്ലാസ്സിന് പോകണം. അപ്പം അങ്ങനെ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്തായാലും വേഗം വരണം. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോകുന്നത്. ഞങ്ങളിങ്ങനെ പറ്റുന്ന മാസങ്ങളൊക്കെ പോകാറുണ്ട്, പക്ഷെ കഴിഞ്ഞ മാസം പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വ്ളോഗ് നമ്മൾ ഗുരുവായൂർ പോകുന്ന വ്ളോഗൊക്കെ ആട്ടോ. അപ്പോൾ അവിടെ ഉള്ളിൽ ഫോണും കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കട്ടോ. നമുക്ക് ഇവിടുന്ന് ട്രെയിനില്ല ഈ സമയത്ത്, അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഫറോക്ക് നാട്ടിൽ പോണത്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ സെറ്റാക്കി. പിന്നെ എന്നോട് എൻ്റെ അമ്മ പറയാറുണ്ട് കേട്ടോ, നമ്മൾ എത്രയൊക്കെ ഗുരുവായൂർ പോകണമെന്ന് വിചാരിച്ചാലും നമുക്ക് ഗുരുവായൂർ എത്താൻ കഴിയില്ലല്ലോ, അത് ഗുരുവായൂരപ്പനും കൂടെ വിചാരിക്കണമെന്ന്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. പക്ഷെ അവൾ എന്നോട് ആദ്യമേ പറഞ്ഞിടേടി ഇന്ന വ്ളോഗിലൊന്നും ഉൾപ്പെടുത്തരുത്, കാരണം എൻ്റെ മൈൻഡ് ശരിയില്ല എന്ന്. അപ്പം ഞാൻ അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അവളെ കാണുന്നുണ്ടാവില്ല. അങ്ങനെ ഞങ്ങളിതാ പട്ടാമ്പി എത്തി. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ബസ്സിനാട്ടോ പോവാം. ഞങ്ങൾ ഇവിടുന്ന് നേരിട്ട് ഗുരുവായൂരേക്ക് ട്രെയിനില്ല. അങ്ങനെ ആദ്യം പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ പോയി ഗുരുവായൂർ ബസ് വന്ന് കയറി. അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി. സത്യം പറഞ്ഞാൽ കുറച്ച് ഞങ്ങൾ ഞെട്ടി, കാരണം ഇന്ന് പൊതുവേ ആൾ കുറവാണ്. സാധാരണ ഇങ്ങനെയല്ല ആളുണ്ടാവാറ്. അപ്പോൾ ആനകളൊക്കെ ഒരുങ്ങാണ് ശീവേലിക്ക് വേണ്ടി. അപ്പോൾ ആദ്യം ഞങ്ങൾ നിർമ്മാല്യത്തിന് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കിയപ്പോൾ കണ്ടോ, ആകെ എത്ര ആളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ശീവേലി കാണണം. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ നമ്മൾ ഹോട്ടലിൽ കയറി ചപ്പാത്തിയും കുറുമക്കറിയും കഴിച്ചു. പിന്നെ ഞാൻ ഈ നടന്ന് പോണത് ശീവേലി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ശീവേലി കാണാൻ വേണ്ടിയിട്ട് കയറി. ശീവേലിയൊക്കെ കണ്ട് പിന്നെ അമ്പലമൊക്കെ അടച്ച്. പിന്നെ നമ്മളിനി നേരെ പോയിട്ട് ഇവിടെ കുടുംബശ്രീൻ്റെ ഡോർമെട്രി ഉണ്ട്, ഇവിടെ പടിഞ്ഞാറേ നടേൻ്റെ അവിടെ. അവിടെ പോയിട്ട് ഇനി പോയിട്ട് നമുക്ക് കുളിക്കണം. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് 30 രൂപയാണ് കുളിച്ച് മാറ്റാനായിട്ട് വേണ്ടത്, സ്റ്റേ ഇല്ല. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും വേഗം അങ്ങോട്ട് കയറി. അങ്ങനെ അങ്ങനെ വേഗം കുളിച്ചൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഇനി വേഗം താഴേക്ക് ഇറങ്ങി പോവാട്ടോ, കാരണം ആൾ കൂടരുതല്ലോ. അപ്പോൾ പോകുമ്പം നമ്മൾ ഇവിടുന്ന് തുളസി വാങ്ങുന്നുണ്ട്, പിന്നെ അതേപോലെ അവിൽക്കിഴി വാങ്ങുന്നുണ്ട്. ഇതൊക്കെ അവിടെ കൃഷ്ണന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഈ വീട് എന്തിനാ ചില വീട് പണിയൊക്കെ നടക്കുമ്പോൾ കൊടുക്കുന്നത് നല്ലതാട്ടോ. ഇനി നമ്മൾ തൊഴാനായിട്ട് കയറുകയാണ്. അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പ്രസാദത്തിന് ഷീട്ടാക്കുക കേട്ടോ. പാൽപ്പായസമൊന്നും ഈ സമയത്ത് കിട്ടൂല. അപ്പോൾ വെണ്ണയും പഞ്ചസാരയും പിന്നെ അതേപോലെ തിരുമുടിമാല, കളഭം അതൊക്കെ വാങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ പോന്നു. അപ്പോൾ ബസ് വരുമ്പോഴേക്ക് ഇവിടുന്ന് ഒരു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നേരെ ബസ്സിൽ കയറി നല്ല ഉറക്കമുറങ്ങി. പിന്നെ പട്ടാമ്പി എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഇറങ്ങി, ഇരുടാണ്, പക്ഷെ എന്നാലും ഞങ്ങൾ നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ. അങ്ങനെ ഫറോക്ക് എത്തി. പിന്നെ ഞാൻ നടക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഗുരുവായൂർ യാത്രാ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക്